അപ്പൊ ശ്രുതി വെങ്കി ഇനി നമ്മൾ നേരെ നിലമ്പൂരിലോട്ടാണ്. അതെ, എന്തായാലും നിലമ്പൂർ വിധി എഴുതാൻ ഇനി നിമിഷങ്ങൾ മാത്രം ആണ് ബാക്കിയുള്ളത്. മോക്ക് പോളിംഗ് അടക്കം അല്പസമയത്തിനകം മോക്ക് പോളിംഗ് തുടങ്ങും. എന്തായാലും രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് നടക്കുക. കൊട്ടിക്കലാശത്തിന്റെ ആവേശം അത് നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ആവേശം, അതിന് മുൻപ് തന്നെ ആവേശം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആവേശം അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളുള്ളത്. 263 പോളിംഗ് ബൂത്തിലായി 2,32,381 വോട്ടർമാരാണ് ഇന്ന് വിധി എഴുതാൻ ഒരുങ്ങുന്നത്. 7,787 പേർ അതിൽ പുതിയ വോട്ടർമാരാണ്. 23-നാണ് വോട്ടെണ്ണൽ. വിവരങ്ങളുമായി ഞങ്ങളുടെ സംഘം ചേരുകയാണ്. VS രഞ്ജിത്ത്, R റോഷിപാൽ, അഷ്കർ അലി എന്നിവർ ചേരുന്നു. ആദ്യം നമുക്ക് VS രഞ്ജിത്തിലേക്ക് പോകാലെങ്കിൽ VS രഞ്ജിത്ത് ആകുമ്പോൾ കുറച്ചുകൂടി ആക്റ്റീവായി സുഖമായി നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, നിലമ്പൂരിൽ നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ 3 ആഴ്ചയോളം നീണ്ട കൊടുമ്പിരി കൊള്ളുന്ന പ്രചാരണം. കുറച്ച് സമയമേ സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും എല്ലാവരും വിവാദങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ നമ്മൾ കണ്ടു. ഇനിയിപ്പോ ഒന്നുമില്ല, അങ്ങ് തുടങ്ങുവാണ്. അതായത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും വലിയൊരു വിവാദം, ഒരു നാക്കുപിഴ എന്ന് പറയുന്നത്. ശരിക്കും അത് ഉപതെരഞ്ഞെടുപ്പ് പോലെ ആയിരുന്നില്ല ഇത് എന്നായിരുന്നു ശരിക്കും പറയേണ്ടതല്ലേ. ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് വൈബായിരുന്നു. വിവാദങ്ങൾ, കൊട്ടിക്കൊഴുക്കൽ, കൊട്ടിക്കലാശം അങ്ങനെയായിരുന്നു, എല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ രഞ്ജിത്ത്, എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ, എന്തൊക്കെയാണ് VS രഞ്ജിത്തിന്റെ ഒരു അനുമാനങ്ങൾ? വെങ്കി, പോളിംഗ് തുടങ്ങാൻ പോവുകയാണ് എന്ന് നമുക്ക് സാങ്കേതികമായി പറയാമെങ്കിലും ഇതിനകം പോൾ ചെയ്യുക 1254 വോട്ടുകൾ ഉണ്ട് കേട്ടോ. അത് ഈ ഹോം വോട്ടുകൾ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ വീട്ടിൽ ഇരുന്ന് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഭിന്നശേഷിക്കാരും 85 വയസ്സിന് മുകളിലുള്ള ആളുകളുമുണ്ട്. അതിൽ 1254 പേർ അപേക്ഷ നൽകുകയും അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഈ 16-ാം തീയതിക്ക് മുൻപേ തന്നെ വീടുകളിൽ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരെത്തി അവരുടെ പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാങ്കേതികമായി പോളിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഇന്ന് നേരിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിലെത്തി, നേരത്തെ വായിച്ച പോലെ 266 പോളിംഗ് ബൂത്തുകളുണ്ട്. അവിടേക്ക് എത്തി വോട്ടർമാർ നേരിട്ട് വോട്ട് ചെയ്യാൻ പോവുകയാണ്. 2,32,000 വോട്ടർമാർ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തണം എന്നാണ് ഇലക്ഷൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള വിനോദ്, അദ്ദേഹം ജില്ലാ കളക്ടർ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ അഭ്യർത്ഥനയുണ്ട്. മുഴുവൻ വോട്ടർമാരും ഇവിടെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2,32,000 വോട്ടർമാരോടും അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയാണ്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് നമ്മളുടെയും ആഗ്രഹം. അങ്ങനെ എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ തന്നെ 7,700-ഓളം പുതിയ വോട്ടർമാർ, അതായത് കന്നി വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിലൊരു 370 പ്രവാസി വോട്ടർമാരുണ്ട്. അവരെത്തുമെന്ന് നമുക്കറിയില്ല. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിന് എത്തിക്കഴിഞ്ഞാൽ 8 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പുണ്ട്. അതിനേക്ക് എത്താനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് പ്രവാസികൾ എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ളതൊരു ആശങ്കയുണ്ട്. എന്നാൽ പോലും അത് വളരെ കുറഞ്ഞ വോട്ടുകൾ മാത്രമേ ഉള്ളൂ. 373 എന്നുള്ളതാണ് പ്രവാസി വോട്ടർമാരുടെ എണ്ണം. പ്രശ്നബാധിത ബൂത്തുകളായിട്ടൊരു 11 ബൂത്തുകളും അതുപോലെ ക്രിട്ടിക്കൽ ബൂത്തുകൾ എന്ന് പറയുന്നത് വനത്തിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുള്ള 3 ബൂത്തുകളുണ്ട്. ആ ബൂത്തുകൾ ഉൾപ്പെടെ ഒരു 14ഓളം ക്രിട്ടിക്കൽ ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ അതീവ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ട്രാൻസ്ജെൻഡർ വോട്ടർമാർ, സ്ത്രീ വോട്ടർമാരാണ് നിലമ്പൂരിൽ കൂടുതൽ. 1,18,000-ഓളം സ്ത്രീ വോട്ടർമാരാണ്. 1,13,000 ചില്ലുവാനമാണ് പുരുഷ വോട്ടർമാരുള്ളത്. അപ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ സ്ത്രീകളാണ് കൂടുതൽ എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും നടത്തും എന്ന് നമുക്ക് അനുമാനിക്കാം. ഈ ഒരു 23 ദിവസം 23-24 ദിവസമാണ് പ്രചാരണത്തിന് കിട്ടിയിട്ടുള്ളത്. ആ 24 ദിവസം കാടടച്ച പ്രചരണം എന്ന് പറയേണ്ടി വരും. 3-4 മുന്നണികൾ, നമ്മൾ സാധാരണ കരുതിയത് LDF-ഉം UDF-ഉം തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. രഞ്ജിത്ത, നമുക്കറിയാമല്ലോ അല്ലേ, ഇപ്പോൾ പോളിംഗ് ബൂത്തുകളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ 3 ബൂത്തുകൾ വനത്തിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇന്നലെ ഉദ്യോഗസ്ഥരെല്ലാം കൂടി വെങ്കി പുഴയൊക്കെ കടന്ന് ഈ പോളിംഗ് സാമഗ്രികളെല്ലാം കൊണ്ടുപോകുന്ന ആ ദൃശ്യമൊക്കെ നമ്മൾ തിരഞ്ഞെടുപ്പിൽ മാത്രം കാണുന്ന ഒരു വളരെ സ്പെഷ്യലായ ദൃശ്യമാണ്. മാത്രമല്ല ക്രിട്ടിക്കൽ ബൂത്തുകളൊക്കെ ഉണ്ടല്ലോ. നമുക്കറിയാം ഇപ്പോൾ നിലമ്പൂർ പോലൊരു പ്രദേശം ആവശ്യ ബാധിത പ്രദേശമൊക്കെയാണ്. അപ്പോൾ അതിന്റെ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രഞ്ജിത്ത് പറയൂ, ബൂത്തുകളെല്ലാം സജ്ജമാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും 5:30 മോക്ക് പോളിംഗ് ആരംഭിക്കും. ഇന്നലെ തന്നെ ബൂത്തുകളൊക്കെ സജ്ജമാണ്. 5 മണിയോടുകൂടി ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ട് എത്തിത്തുടങ്ങും. 5:30 മണിയോടുകൂടി മോക്ക് പോളിംഗ് ആരംഭിക്കും. നമ്മളെ എല്ലാ റിപ്പോർട്ടർമാരും 12 അംഗ സംഘമാണ് നമുക്കുള്ളത്. ഓരോ പഞ്ചായത്തിലും നമ്മളെ വളരെ ആക്റ്റീവായ റിപ്പോർട്ടർമാരുണ്ട്. 7 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും നമുക്ക് റിപ്പോർട്ടർമാരുണ്ട്. അതോടൊപ്പം എല്ലാ സ്ഥാനാർത്ഥികൾക്കൊപ്പവും നമ്മുടെ 4 പ്രധാനപ്പെട്ട മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പവും നമ്മുടെ റിപ്പോർട്ടർമാർ സഞ്ചരിക്കും. അവർ പോകുന്ന വഴി
വഴികളിലൂടെയൊക്കെ അവർ വോട്ട് ചോദിച്ചും അതുപോലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കുമ്പോഴും അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ ഓഫീസുകൾ സന്ദർശിക്കുമ്പോഴൊക്കെ ഈ രാപ്പകൽ നമ്മുടെ റിപ്പോർട്ടർ സംഘം അവർക്കൊപ്പം ഉണ്ടാവും. ഇപ്പോൾ ഈ പാലക്കാട് നിന്ന് വന്ന റിപ്പോർട്ട് പോലെ നിലമ്പൂരിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സംഘർഷവും വന്യജീവി ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടവരുടെ വാർത്തയും വനത്തിനുള്ളിലെ ഈ പന്നിക്കണിയിൽ കുടുങ്ങി അനന്തു എന്ന ഒരു കുഞ്ഞുമോൻ മരിച്ച സംഭവമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ ഒരു നേരത്തെ വെങ്കി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ മുഴുവൻ ഈ 23 ദിവസം കൊണ്ട് ഇവിടെ വന്നു. അതായത് ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, നിലമ്പൂരിലെ ബൈപ്പാസിൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ടിനെക്കുറിച്ച് UDFൻ്റെ കൂട്ടുകെട്ടിനെക്കുറിച്ച് LDF ആരോപണമുണ്ടായി. ഒടുവിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി RSS ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒട്ടുമിക്ക രാഷ്ട്രീയ വിഷയങ്ങളും അതുപോലെ നിലമ്പൂരിൻ്റെ വികസന വിഷയങ്ങളും അതുപോലെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കപ്പെട്ട സാധ്യതകളും സ്ഥാനാർത്ഥികളുടെ മഹിമയും ഒക്കെ ഇന്നിപ്പോൾ വായനാ ദിനം കൂടിയാണ്, ജൂൺ 19. അപ്പോൾ വായനാ ദിനം ആകുമ്പോൾ വായനയും ഇവിടെ ചർച്ചയായിരുന്നു. സാംസ്കാരിക ലോകം ഇങ്ങോട്ട് എത്തിയിരുന്നു. അത് സ്വരാജിന് പിന്തുണ കൊടുക്കാനാണ്. ആര്യടൻ ഷൗക്കത്തിനെ പോലെ വലിയ സംവിധായകനും അവാർഡ് ജേതാവും ഒക്കെ ആയ മറ്റൊരു സ്ഥാനാർത്ഥി കൂടെയുണ്ട്. അങ്ങനെ വായിക്കുന്നവരും വായിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിരുന്നു എന്നതുകൂടെ നമുക്ക് ഈ വായനാ ദിനത്തിൽ ഓർക്കാം.